നമ്മൾ മലയാളികൾ കാലങ്ങളായി ബ്രസീലിനും അർജന്റീനയ്ക്കും പോർച്ചുഗലിനു വേണ്ടി ഫ്ലെക്സ് വെക്കുകയും ആർപ്പ് വിളിക്കുകയും ചെയ്യുന്നവരാണ്. വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വികാരമാണ്. എന്നാൽ ആ ലോകകപ്പ് വേദിയിൽ ആദ്യമായി ഒരു മലയാളി പ്ലെയർ ബൂട്ടണിയാൻ പോകുന്നു. അതെ, 2026 ലോകകപ്പിൽ കളിക്കാൻ പോകുന്ന ഖത്തറിന്റെ ഫൈനൽ സ്ക്വാഡിൽ ഒരു കണ്ണൂർക്കാരനുണ്ട്, തഹ്സീൻ മുഹമ്മദ് ജംഷീദ്. ചരിത്രത്തിലാദ്യമായി ഒരു മലയാളി ആ വലിയ വേദിയിലേക്ക് കാലെടുത്തു വെക്കുകയാണ്. 2006 ജൂൺ 16 ഖത്തറിലാണ് തഹ്സീൻ ജനിച്ചതെങ്കിലും താരത്തിന്റെ വേരുകളുള്ളത് നമ്മുടെ കേരളത്തിലാണ്. തഹ്സീന്റെ പിതാവ് ജംഷീദ് തലശ്ശേരി സ്വദേശിയും ഉമ്മ ഷൈമ വളപട്ടണം സ്വദേശിയുമാണ്. പിതാവ് ജംഷീദ് കോഴിക്കോട് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. 1996 അദ്ദേഹം ഖത്തറിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. പരിക്കുകൾ കാരണം ഫുട്ബോൾ സ്വന്തം സ്വപ്നങ്ങൾ പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ആ പിതാവ് തന്റെ ഫുട്ബോൾ പാഷൻ മുഴുവൻ മകനിലൂടെയാണ് പിന്നീട് കണ്ടത്. പിതാവിന്റെ കൂടെ പന്ത് തട്ടി തുടങ്ങിയ തഹ്സീൻ പിന്നീട് ഖത്തറിലെ പ്രസിദ്ധമായ ആസ്പയർ അക്കാഡമിയിലൂടെയാണ് പ്രൊഫഷണൽ സ്ട്രൈക്കറായി വളരുന്നത്. യൂത്ത് ലെവലിൽ അവന്റെ ആ ഒരു പെർഫോമൻസ് കണ്ട് വെറും 16-ാം വയസ്സിൽ അൽ ദുഹൈൽ ക്ലബ് അവനെ സ്വന്തമാക്കി. ലെഫ്റ്റ് വിങ്ങർ ആയി കളിക്കുന്ന തഹ്സീൻ ഖത്തർ സ്റ്റാർസ് ലീഗിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ഒറിജിൻ പ്ലെയർ ആണ് എന്ന വലിയൊരു റെക്കോർഡ് കൂടി സ്വന്തമാക്കിയിട്ടുണ്ട്. ഖത്തറിന്റെ അണ്ടർ 16, അണ്ടർ 17, അണ്ടർ 19 ടീമുകളൊക്കെ തകർത്തു കളിച്ച ഈ ചെറുപ്പക്കാരനെ 2024 ജൂണിൽ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ സീനിയർ ടീമിലേക്ക് വിളിച്ചു. ഇപ്പോൾ ഇതാ 2026 ഫിഫ ലോകകപ്പിലേക്കുള്ള ഖത്തറിന്റെ 26 അംഗ ഫൈനൽ സ്ക്വാഡിൽ ഈ കണ്ണൂരുകാരൻ ഇടം പിടിച്ചിരിക്കുകയാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂരിലെ ഫുട്ബോൾ പ്രേമികളെല്ലാം ഇതൊരു വലിയ ആഘോഷമാണ്. കാലങ്ങളായി നമ്മൾ TV-യിൽ മാത്രം കണ്ട ആ വലിയ വേദിയിൽ നമ്മുടെ നാടിന്റെ അഭിമാനമായി ഒരു താരം ഇറങ്ങുകയാണ്.